അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നൊരു പൊളപ്പൻ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ചില സാധനങ്ങൾ വെച്ച് നമ്മളൊരു സേമിയ ഉപ്പുമാവ് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് ഉപകാരമായിട്ടുള്ളതായതുകൊണ്ട് ഷെയറും കൂടി ചെയ്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിലേക്ക് നമുക്കൊരു പാനിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ കുക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന ഏത് ഓയിലാനും പ്രശ്നമില്ല. അതിനുശേഷം നമ്മളുടെ സേമിയ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇവിടെ വറുക്കാത്ത സേമിയ ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് വറുത്ത സേമിയ ആണെങ്കിൽ വറുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്കൊരു 2 ഗ്ലാസ് വെള്ളം ഒരു പാനിൽ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് വരുമ്പോൾ മാത്രമേ നമ്മൾ ഈ സേമിയ ഉപ്പുമാവ് ഇടാവൂ. സേമിയ ഇട്ട് നന്നായിട്ട് അത് തിളച്ച് വരണം. മുക്കാൽ പാകമേ വേവാവും. അതിനുശേഷം വെന്ത് പോയ ഒരു ടേസ്റ്റും കാണത്തില്ല. അപ്പം നമ്മുടെ മുക്കാൽ ഭാഗം വെന്ത് നമ്മുടെ സേമിയ കറക്റ്റ് പരിവായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിലും അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോഴേക്ക് നമ്മൾ 2 ടീസ്പൂൺ നമ്മുടെ ഉഴുന്നിട്ട് ഒരു ബ്രൗണിഷ് കളറാവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. നന്നായിട്ട് വഴണ്ട് വരുമ്പോഴേക്കും 3 പച്ചമുളക് നന്നായി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൂടി വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഒരു ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് ഒന്നും കൂടെ വഴറ്റി അതൊരു മയത്തിൽ കളറായി വരുമ്പോഴേക്ക് നമ്മൾ 2 കോഴിമുട്ട എടുത്ത് അതൊന്ന് പൊട്ടിച്ച് ഒഴിക്കാം. പൊട്ടിച്ചൊഴിക്കാൻ നമ്മൾ 2 കോഴിമുട്ട ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് 3 വേണമെങ്കിൽ ഇടാം. അതിനുശേഷം നമ്മൾ നടുവ് ചിക്കി എടുത്തതിന് ശേഷം നമ്മുടെ 2 തക്കാളി ചെറിയതായതുകൊണ്ടാണ് 2 എണ്ണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലുതാണെങ്കിൽ 1 എണ്ണം മതി. ഈ തക്കാളിയുടെ പച്ച മണം ഒന്ന് മാറുന്ന ഒരു മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സോസ് സമയത്ത് ഒരു സോയാ സോസും അല്ലെങ്കിൽ ടൊമാറ്റോ സോസൊക്കെ ആഡ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അവിടെ ഒന്നും അതൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ തേങ്ങ, നമുക്ക് 1 തേങ്ങ വേണം, അല്ല 1/2 തേങ്ങയാണ് ഇപ്പോൾ ഇടുന്നത്. പിന്നെ ബാക്കി നമുക്ക് കുറച്ച് ഇടാം. അതിനുശേഷം നമ്മളത് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ആ സേമിയ ഇതിലേക്ക് തട്ടിക്കൊടുത്ത് ഗൈസ് നമുക്കൊരു അബദ്ധം പറ്റി ഗൈസ്. പാത്രം ചെറുതായിപ്പോയി. അപ്പം നിങ്ങൾ വേവിക്കും കുറച്ച് വലിയ പാത്രത്തിൽ വേവിക്കുക. ഇതിൽ പകുതിയും കളഞ്ഞു, പാത്രം ചെറുതായതുകൊണ്ട്. അപ്പം അതിനുശേഷം നമ്മളുടെ ബാക്കി വന്ന് നമ്മുടെ ആ തേങ്ങ ഉണ്ടല്ലോ, ബാക്കി തേങ്ങ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ സേമിയ ഉപ്പുമാവ് ഇവിടെ റെഡിയാവും. നമുക്ക് അടുത്ത പൊളപ്പം വീഡിയോയിലായിട്ട് കാണാം.